വാഷിംഗ്ടണിൽ നാഷണൽ സെക്യൂരിറ്റി ഗാർഡുകൾക്ക് നേരെ അഫ്ഗാൻ പൗരന്റെ ആക്രമണത്തെ തുടർന്ന് വിവിധ രാജ്യങ്ങൾക്ക് യാത്രാവിലക്ക് ശക്തമാക്കി ട്രംപ്. 30ഓളം രാജ്യങ്ങളിലെ പൗരന്മാർ അമേരിക്ക സന്ദർശിക്കുന്നത് വിലക്കിക്കൊണ്ടുള്ള ഉത്തരവ് ട്രംപ് ഒപ്പുവെച്ചു. അഫ്ഗാനിസ്ഥാൻ, സുഡാൻ, യമൻ തുടങ്ങി 12ഓളം രാജ്യങ്ങൾക്ക് നേരത്തെ തന്നെ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. നൈജർ, ദക്ഷിണ സുഡാൻ, പലസ്തീൻ, സിറിയ തുടങ്ങിയ രാജ്യങ്ങളാണ് പുതുതായി പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വെനസ്വേല, ക്യൂബ തുടങ്ങിയ രാജ്യങ്ങൾ ഭാഗികമായി യാത്രാ നിരോധനം ഏർപ്പെടുത്തിയ രാജ്യങ്ങളുടെ പട്ടികയിൽ തുടരും. കൂടുതൽ വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുന്നുണ്ട്. ഐസൺ, എന്താണ് മറ്റ് നടപടികൾ? തീർച്ചയായും നമുക്കറിയാവുന്നതാണ്, ഈ വൈറ്റ് ഹൗസിന് മുന്നിലെ നാഷണൽ ഗാർഡുകളെ ആക്രമിച്ച അഫ്ഗാൻ പൗരന്റെ ഒരു നീക്കമുണ്ടായിരുന്നു. അതേ തുടർന്ന് നാഷണൽ ഗാർഡിൽ ഒരാൾ കൊല്ലപ്പെടുകയും ഒരാൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള പൗരന്മാർക്കുള്ള അമേരിക്കയിലേക്കുള്ള സന്ദർശനം തടഞ്ഞുകൊണ്ടുള്ള ഒരു നീക്കം ട്രംപിന്റെ ഭാഗത്തു നിന്ന് കർശനമായി ഉണ്ടാവുകയും ചെയ്യുന്നത്. അത് നേരത്തെ തന്നെ അത്തരത്തിലുള്ള നീക്കങ്ങൾ ഉണ്ടാവുകയും ചെയ്തിരുന്നു. അത് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് തടയുകയും ചെയ്തിരുന്നു. 13ഓളം രാജ്യങ്ങൾ അത്തരത്തിൽ നേരത്തെ തന്നെ തടഞ്ഞ രാജ്യങ്ങളുണ്ടായിരുന്നു. ഈ കൂട്ടത്തിലേക്ക് ബുർക്കിന ഫാസോ, മാലി, നൈജർ, സൗത്ത് സുഡാൻ, സിറിയ, സ്വാഭാവികമായും പാലസ്തീനിന്റെ ആ രാജ്യമായി അംഗീകരിച്ചിട്ടില്ലെങ്കിലും ആ പ്രദേശത്ത് നിന്നുള്ളവരെയും തടഞ്ഞുകൊണ്ടുള്ള ഒരു ഉത്തരവാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അത്തരത്തിൽ 39ഓളം രാജ്യങ്ങൾ എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഭാഗികമായി തടഞ്ഞ രാജ്യങ്ങളിൽ നിന്നും ലാവോസിനെയും സിറിയ ലിയോണിനെയും പൂർണ്ണമായും തടയുന്ന രാജ്യങ്ങളാക്കി മാറ്റി സിയറ ലിയോണിനെയും മാറ്റി എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഈ ബറുണ്ടി, ക്യൂബ, ടോങ്കോ, വെനിസ്വേല തുടങ്ങിയ രാജ്യങ്ങളെ കൃത്യമായും ഭാഗികമായ രാജ്യത്തിലേക്ക് അമേരിക്കയിലേക്ക് പ്രവേശിക്കുന്നത് തടഞ്ഞുകൊണ്ടുള്ള നീക്കവും ട്രംപിന്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നുണ്ട്. അതായത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ വെനിസ്വേലയിൽ നിന്നുള്ള മയക്കുമരുന്ന് കടത്ത് സംബന്ധിച്ചും അതുപോലെ തന്നെ കരീബിയൻ കടലിലൂടെയുള്ള മയക്കുമരുന്ന് കടത്തിനെ തുടർന്നുള്ള അമേരിക്കയുടെ കടുത്ത നിലപാടുകളും സ്ഥാനമൊഴിയണമെന്ന് വെനിസ്വേലൻ പ്രസിഡന്റിനോട് ആവശ്യപ്പെടുന്ന സാഹചര്യങ്ങൾ വരെ അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അത്തരത്തിലുള്ള കടുത്ത നടപടികൾ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് വെനിസ്വേലയിൽ നിന്നും ഭാഗികമായി ഈ പ്രവേശിക്കുന്നത് തടഞ്ഞുകൊണ്ടുള്ള ഒരു നീക്കം തുടരുകയും ചെയ്യുന്നത്. അതുപോലെ തന്നെ ക്യൂബ, നേരത്തെ നമുക്കറിയാവുന്നതാണ്, ഭാഗികമായ പ്രവേശന സംവിധാനമാണുള്ളത്. അതായത് അമേരിക്കയിൽ എത്തുന്നത് വരെ ക്യൂബൻ പൗരന്മാരെ തടയുന്നതിനും അമേരിക്കയിൽ എത്തിയാൽ അവരെ കർശന നടപടികൾക്ക് വിധേയമാക്കുന്നത് ഒഴിവാക്കുകയും ചെയ്യുക എന്നാണ് ക്യൂബയോടുള്ള നയം. ആ നയം തന്നെ തുടരുകയാണ്. അതുപോലെ തന്നെ മറ്റു രാജ്യങ്ങളായ അങ്കോള, ആന്റിഗ്വ, അതുപോലെ തന്നെ ഗാംബിയ, മാൾവായ്, നൈജീരിയ തുടങ്ങിയ രാജ്യങ്ങളെയും സെനഗൽ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെയും ഇത്തരത്തിൽ ഭാഗികമായി നിയന്ത്രിക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതായത് നേരത്തെ സൂചിപ്പിച്ചതിൽ നിന്നും ഉണ്ടായിരുന്നതിൽ നിന്നും 10ലേറെ രാജ്യങ്ങളെ കൂടുതൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ കടുത്ത നിയന്ത്രണ നടപടികളിലേക്ക് നീങ്ങിയിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്വാഭാവികമായും ഇതിനെ അടിസ്ഥാനമായ വിഷയം എന്ന് പറയുന്നത് വാഷിംഗ്ടണിലെ വെടിവെപ്പാണെങ്കിൽ കൂടി സുരക്ഷിതത്വവുമായി ബന്ധപ്പെട്ട് മയക്കുമരുന്ന് കടത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള കർശന നിയന്ത്രണങ്ങളുടെ ഭാഗമായി തന്നെയാണ് യാത്രാവിലക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളത്, അല്ലെങ്കിൽ യാത്രാ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നേരത്തെ തന്നെ ട്രംപ് അധികാരത്തിലേൽക്കുന്ന സമയത്ത് തന്നെ ഇത്തരത്തിൽ കടുത്ത നടപടികൾ ഉണ്ടാകുമെന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു. അതിന്റെ ഭാഗമായി ആ വേളയിൽ തന്നെ പല എക്സിക്യൂട്ടീവ് ഓർഡറുകളും പുറത്തു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിൽ എക്സിക്യൂട്ടീവ് ഓർഡറുകൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് ഈ നടപടിയും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആഭ്യന്തര സുരക്ഷയും അതുപോലെ തന്നെ മറ്റു വിഷയങ്ങളും, മയക്കുമരുന്ന് കടത്ത് ഉൾപ്പെടെയുള്ള വിഷയങ്ങളും അത്തരത്തിലുള്ള അതിർത്തിയിലെ സുരക്ഷയും എല്ലാം തന്നെ കൃത്യമായി നടപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് കടുത്ത നടപടികൾ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരെല്ലാം തന്നെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത്. ഇനിയും നടപടികൾ ഇത്തരത്തിൽ മറ്റു രാജ്യങ്ങൾക്ക് കൂടി വരാനുള്ള സാധ്യതയുണ്ട് എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ശരി, ഐസൺ ജോസ് ആണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും വിശദമായ വിവരങ്ങൾ നൽകിയത്.